ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു റെഗുലർ ഇൻകം കിട്ടാനുള്ള ഒരു വഴി, അതിൻ്റെ ഒരു ആശയം, അത് പ്രാക്ടിക്കലി എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് വീഡിയോ. നിലവിൽ ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തപ്പം ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഇപ്പം ഞാനിപ്പോൾ മൾട്ടിപ്പിൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇത് ചെയ്യുന്നുണ്ട്. സ്ഥിരമായിട്ടൊരു ഇൻകം കിട്ടുക എന്നുള്ളത് ഏതൊരാളുടെയും ഒരു ആഗ്രഹമാണല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസിനെ നമ്മൾ ഉപയോഗിക്കുന്നു. എന്നാൽ സേഫ്റ്റിയുടെ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ കുറച്ച് സേഫ് ആയിരിക്കണം, കുറച്ച് നല്ല മ്യൂച്വൽ ഫണ്ട് വേണം എടുക്കാനായിട്ട്. ആ മ്യൂച്വൽ ഫണ്ടിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ആ മ്യൂച്വൽ ഫണ്ട് മുകളിലേക്ക് പോകണം, മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ മ്യൂച്വൽ ഫണ്ട് താഴേക്ക് വന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഈ മാർക്കറ്റ് താഴേക്ക് പോകുന്ന സമയത്ത് ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ഇതൊന്ന് ഡൈവേഴ്സിഫൈ ചെയ്താൽ കൊള്ളാമെന്ന് കൂടി തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ഒരു മ്യൂച്വൽ ഫണ്ട് പോരാ. കാരണം ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഈ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴും നമുക്ക് റിട്ടേൺ കിട്ടണമെന്നില്ല. ചില സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ ഒരു മ്യൂച്വൽ ഫണ്ട് കൂടി കൊണ്ടുവരുന്നത്, ഇപ്പോൾ നിലവിൽ ഞാനങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാനത് ചെയ്യുന്നുണ്ട്. ആ ഒരു മ്യൂച്വൽ ഫണ്ട് ഏതാണെന്ന് വെച്ചാൽ ഗോൾഡിൻ്റെ മ്യൂച്വൽ ഫണ്ട്, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ ഒരു താഴേക്ക് പോക്കെന്ന് പറയാൻ പറ്റില്ല, ഒരു ബുൾ റൺ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സ്റ്റേജിലാണ് ഇന്ത്യൻ മാർക്കറ്റ് നിൽക്കുന്നത്. അതായത് താഴേക്ക് പോയി, അത് കഴിഞ്ഞു, ഡൗൺ ട്രെൻഡ് കഴിഞ്ഞു, അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നിൽക്കുന്നത് സൈഡ് വേസിലാണ്, ഇങ്ങനെ സൈഡ് വേസിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ മോർ പ്രോബബിലിറ്റി ഇത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് അങ്ങനെ പോയിട്ട് ഈ ഹൈയും ബ്രേക്ക് ചെയ്ത് അങ്ങനെ പോയിട്ട് ഒരു ബുൾ മാർക്കറ്റിലേക്ക് കിടക്കാനാണ് മോർ പ്രോബബിലിറ്റി. അല്ലായിരുന്നെങ്കിൽ ഈ താരിഫ് സാധനമൊക്കെ വന്നപ്പോഴത്തേന് ഇത് ഇടിഞ്ഞ് ഈ ലോയും ബ്രേക്ക് ചെയ്ത്, നേരത്തെ ക്രിയേറ്റ് ചെയ്ത ലോയും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകേണ്ടതാണ്. അങ്ങനെ പോകാത്തതിന് കാരണം ഓൾറെഡി ഇതിൻ്റെ ഡൗൺ ട്രെൻഡ് കഴിഞ്ഞു, അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ അപ് ട്രെൻഡിൻ്റെ പാതയിലാണ്, പക്ഷേ ഈ നെഗറ്റീവ് കാര്യങ്ങൾ വരുന്നുള്ളത് കൊണ്ട് അത് സൈഡ് വേസ് കളിക്കുന്നു, അത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വരാം. ഇന്ത്യൻ മാർക്കറ്റ് നമുക്ക് റിട്ടേൺ ഒരുപാട് നാൾ തരാതിരിക്കുന്ന സമയത്തും ഫോറിൻ മാർക്കറ്റ്, ഉദാഹരണമായിട്ട് US, ചൈന, ഇപ്പോൾ ഈ രണ്ട് മാർക്കറ്റുകളാണ് ഞാൻ നോട്ട് ചെയ്തത്. മറ്റു മാർക്കറ്റുകൾ കൂടി ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം. ഞാൻ കണ്ടത് ഈ രണ്ട് മാർക്കറ്റുകളാണ്. അപ്പോൾ ഈ രണ്ട് മാർക്കറ്റിലേക്കും വേണമെങ്കിൽ കുറച്ച് എക്സ്പോഷർ കൊണ്ടുവരാം എന്നുള്ള ഒരു ആശയം കൂടി എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ട്, രണ്ട് മ്യൂച്വൽ ഫണ്ട്, മൂന്നാമത്തേത് ഇൻ്റർനാഷണൽ ഫണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു 3 മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ, ഓൾറെഡി ഞാൻ ഈ മ്യൂച്വൽ ഫണ്ടുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഞാനിതിൽ സ്റ്റാർട്ട് ചെയ്തും കഴിഞ്ഞു. അപ്പോൾ ഈ 3 മ്യൂച്വൽ ഫണ്ടിൻ്റെ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു റെഗുലർ ഇൻകം എന്നുള്ളത്, ഓർക്ക് കേട്ടോ, മ്യൂച്വൽ ഫണ്ട് എപ്പോഴും റിസ്കിന് വിധേയമാണ്. അപ്പോൾ റെഗുലർ ഇൻകം എന്നൊക്കെ പറയുമ്പോഴത്തേന് കറക്റ്റായിട്ട് FD ഇട്ടിട്ട് നമുക്ക് കിട്ടുന്ന പോലെ ഒരു റിട്ടേൺ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ കിട്ടില്ല. അപ്പോൾ നോർമലി മ്യൂച്വൽ ഫണ്ടിൽ കൂടെ കിട്ടുന്ന റിട്ടേൺ FDനെ കഴിഞ്ഞ് കൂടുതലായിരിക്കും. പക്ഷേ എല്ലാ സമയത്തും സ്റ്റേബിൾ ആയിട്ടുള്ളൊരു റിട്ടേൺ ഒരിക്കലും മ്യൂച്വൽ ഫണ്ടിൽ കൂടെ കിട്ടില്ല. മ്യൂച്വൽ ഫണ്ടിൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ കൂടി ഇരിക്കുന്നു, ചില സമയത്ത് അത് താഴേക്ക് പോകുന്നു, കുറഞ്ഞിരിക്കുന്നു, 2 ആഴ്ച മുമ്പ് കൂട്ടിക്കോളൂ. അതായത് മാർക്കറ്റ് ഒരു സിംഗ് ഹൈയിലേക്ക് ഇങ്ങനെ പോയില്ലേ, ആ ഒരു സമയത്ത് എൻ്റെ മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺ 14.75% വരെ വന്നായിരുന്നു CAGR. ഇപ്പോഴും മാർക്കറ്റ് ഒരു സൈഡ് വേസ് തന്നെയാണ് പോകുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു റിട്ടേൺ വന്നിരുന്നു. എന്നാൽ ഒരു ബുൾ മാർക്കറ്റിൽ ഇത് വളരെ ഇതിലും വലിയ റിട്ടേൺസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിൽക്കുന്ന റിട്ടേൺ, അതായത് ഈ കറണ്ട് ഡേ നിൽക്കുന്ന റിട്ടേൺ 10 പോയിൻറ്റ് സംതിങ് ആണ്. ഞാൻ എക്സാക്റ്റ് ഓർക്കുന്നില്ല, എന്നാലും ഒരു 10% നമുക്ക് കൂട്ടാം. സോ ഇവിടെ തന്നെ ഒരു ഡ്രോപ്പ് വന്നിരിക്കുന്നു, 4% ഡ്രോപ്പ് വന്നു കഴിഞ്ഞു. അപ്പോൾ അതാണ് പറയുന്നത്, ഒരു സ്റ്റേബിൾ റിട്ടേൺ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ കൂടി കിട്ടില്ല, അത് കൂടിയും കുറഞ്ഞും ഇരിക്കും. സോ ഇവിടെ റെഗുലർ എന്ന് പറയുമ്പോൾ അതുകൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. എല്ലാ ദിവസവും ഒരേ റിട്ടേൺ ആയിരിക്കില്ല നമ്മുടെ പോർട്ട്ഫോളിയോ റണ്ണ് ചെയ്തുകൊണ്ട് പോകുന്നത്. എന്നാൽ ഇതും കുറച്ച് പ്ലാൻ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ റിട്ടേൺ കൂട്ടാവുന്നതാണ്. പക്ഷേ ഇത് എക്സാക്റ്റ് എവിടുന്ന് റിവേഴ്സ് ആകുന്നു, അല്ലെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് എവിടുന്ന് റിവേഴ്സ് ആകുമെന്ന് ആർക്കും പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഇതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാവുന്നതാണ്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇനി നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് വായിച്ച് കളയാം. വളരെ എഫക്റ്റീവായ രീതിയിൽ മ്യൂച്വൽ ഫണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണിത്. മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്ന ആളുകൾ വളരെ സീരിയസ് ആയിട്ട് വേണമെങ്കിൽ ഒരു നോട്ട് വെച്ചിട്ട് പോലും പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എഴുതി വെക്കുക. അല്ലെങ്കിൽ നിങ്ങളിത് കേട്ട് മറന്നു പോകും. കാരണം ഇത് ഞാൻ പരീക്ഷിക്കുന്ന ഒരു മെത്തേഡാണ്, എനിക്കുള്ള റിസൾട്ടും നല്ലതാണ്. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സീരിയസ്നെസ്സിൽ കാണുക. അതേപോലെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കാം, അസറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് എടുക്കാം, അതേപോലെ തന്നെ പ്രിഡൻറ്റിൻ്റെ പോളിസി ബസാറിലും അക്കൗണ്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ 3 പ്ലാറ്റ്ഫോമുകളും
ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏഞ്ചൽ ഫണ്ടിലാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്സും ETF-സും കൂടെ ഈ കൂടെ ചെയ്യാൻ പറ്റും. അസറ്റ് പ്ലസിൽ ഒൺലി മ്യൂച്വൽ ഫണ്ട് മാത്രമേ ഉള്ളൂ. പോളിസി ബസാറിലും അത് തന്നെയേ ഉള്ളൂ. പക്ഷേ ഒൺലി മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇൻഷുറൻസ് അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ കൂടി ഉണ്ട് കേട്ടോ. അത് ഏഞ്ചൽ ഫണ്ടിലും ഉണ്ട്. അത് ഞാൻ പ്രത്യേകം വീഡിയോ വേറെ ചെയ്യാം. അതുപോലെ FD ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിന് അഗേൻസ്റ്റ് ആയിട്ട് നമുക്ക് ലോൺ എടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അത് ഏഞ്ചൽ ഫണ്ടിൽ പറ്റുമോയെന്ന് എനിക്ക് അറിയില്ല. അസറ്റ് പ്ലസിൽ പറ്റും. അതേപോലെ പോളിസി ബസാറിലും പറ്റും. വളരെ ഈസിയാണ്. 2-3 ദിവസം കൊണ്ട് നമുക്ക് ലോൺ കിട്ടും. ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പ്ലെഡ്ജ് ചെയ്തിട്ട് അത് നല്ലൊരു മെത്തേഡ് കൂടിയാണ്. എന്തായാലും ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് മറ്റൊരു അക്കൗണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയ ബ്രോക്കറേജിൽ ട്രേഡ് ചെയ്യാനായിട്ട് ഇന്ത്യ ബുൾസ് കൂടി ഉപയോഗിക്കാം. അതിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. 3 മ്യൂച്വൽ ഫണ്ടുകൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ. മ്യൂച്വൽ ഫണ്ടിൻ്റെ പേര് ഞാൻ പറയാം. ആദ്യം 3 മ്യൂച്വൽ ഫണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതിൽ ഒന്നാമത്തെ മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ്. ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഏതാണ് എന്ന് സെലക്ട് ചെയ്യുക. ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് പറയാം. രണ്ടാമത്തേത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ്. ഇപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞപ്പം ഈ റീസെൻ്റ്ലി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഗോൾഡിൻ്റെ പ്രൈസിനെ കഴിഞ്ഞും കൂടിയ പ്രൈസിലാണ് സിൽവർ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിൽവറിൻ്റെ വീഡിയോ നമ്മൾ കുറേ നാൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എത്രയോ മാസങ്ങൾക്ക് മുമ്പ്, 5-6 മാസം എന്ന് കൂട്ടിക്കും. അതായത് സ്വർണത്തിന് മുകളിൽ പറക്കുന്ന പരുന്ത് എന്നൊക്കെ ഒരു ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് ഒരു പരുന്തിൻ്റെ പടമൊക്കെ വെച്ചിട്ട് ചെയ്തത് എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. സിൽവറിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു സിൽവറിൻ്റെ മൂവ്മെൻറ്റ്. പക്ഷേ ഇപ്പോഴൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെയൊക്കെ ഏകദേശം ഒരു 5% റിട്ടേൺ സിൽവറിൽ ലഭിക്കുകയുണ്ടായി സിംഗിൾ ഡേയിലും. ഞാൻ ഇപ്പോൾ നോക്കുമ്പോഴും ഇന്നിപ്പോൾ ഗോൾഡൊക്കെ എന്ന് പറഞ്ഞാൽ 1% മുകളിൽ ഇന്നലത്തെ ക്ലോസിംഗ് വെച്ചിട്ട് ആ റിട്ടേൺ ഉണ്ട്. സിൽവറിൻ്റെയും ഓൾമോസ്റ്റ് ഇന്നലത്തെ ഒരു ഹൈ വെച്ചിട്ട് ഇന്ന് 1% അടുത്ത് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്, പുതിയ ഹൈ. അപ്പോൾ ഈ ഗോൾഡ് ആൻഡ് സിൽവർ ഇത് കമ്മോഡിറ്റീസ് എന്ന് പറയും, പ്രീഷ്യസ് മെറ്റൽസ് എന്ന് പറയും. ഒരു പക്ഷേ ഈ ഗോൾഡിനെ കഴിഞ്ഞ് കൂടുതൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഇനിയുള്ള കാലത്ത് സിൽവർ ആയിരിക്കാം എന്ന് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അതേപോലെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സോ ഇവിടെ ഗോൾഡും സിൽവറും കൂടെ പരിഗണിക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ 2 എണ്ണത്തിലും ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുണ്ട്. അപ്പം ഞാൻ പേഴ്സണലി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗോൾഡിൽ തന്നെയായിരുന്നു ആദ്യം സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഗോൾഡിലും സിൽവറിലും കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടും പരിഗണിക്കാം. ഇനി മൂന്നാമത് ഇൻ്റർനാഷണൽ ഫണ്ട്. ഇത് ചിലവർക്കൊക്കെ പേടിയാണ്. വേണമെങ്കിൽ ചെറിയ പോർഷനോ വലിയ പോർഷനോ വേണമെങ്കിൽ പരിഗണിക്കാം. അത് ഞാനിവിടെ പരിഗണിക്കുക US ആണ്. ചൈന ഇതുവരെ പരിഗണിച്ചിട്ടില്ല. അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്. അപ്പോൾ അമേരിക്ക താരിഫ് കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്ന അവരുടെ എക്കണോമി നന്നാകാൻ വേണ്ടിയിട്ടാണ്. സോ അവരുടെ എക്കണോമി നന്നായാൽ അതിൻ്റെ ഗുണം നമുക്ക് കൂടി ലഭിക്കണമെങ്കിൽ അവരുടെ ഫണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമി അല്ലെങ്കിൽ ഒരു കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള കമ്പനികളുള്ള എക്കണോമി എന്ന് പറയുന്നത് അമേരിക്കൻ എക്കണോമിയാണ്. ലോക പോലീസ് എന്നൊക്കെ തമാശയ്ക്കും കാര്യമായിട്ടൊക്കെ അവരെ വിളിക്കാറുണ്ട്. സോ ഒരു പോർഷൻ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും നിങ്ങൾ പരിഗണിക്കുക. ഇതൊക്കെ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഒരു ഇഷ്ടമാണ്. എനിക്കിത് നന്നായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ കോമ്പിനേഷൻ എടുക്കുന്നത്. ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അല്ലേ. അതിനാണ് നമുക്ക് സ്വിച്ചിങ് ഓപ്ഷൻ ഉള്ളത്, പിന്നെ STP ഓപ്ഷനും. അപ്പോൾ ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് വേണ്ട ഡെയിലി SIP ആണ്. അപ്പോൾ ഇവിടെ ഡെയിലി SIP ഞാൻ ചെയ്യുന്നത് അസറ്റ് പ്ലസിലാണ്. നമുക്ക് ഏഞ്ചൽ വണ്ണിൽ ഡെയിലി SIP ഓപ്ഷൻ ഇല്ല. അസറ്റ് പ്ലസിൽ ഡെയിലി SIP ഓപ്ഷനുണ്ട്. ഞാനീ പറയാൻ പോകുന്ന എല്ലാ ഫണ്ടുകൾക്കും, ഈ 3 ഫണ്ടുകൾക്കും ഡെയിലി SIP ഓപ്ഷനുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ നിങ്ങളോട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ടിനെ പറ്റിയിട്ട് ഞാനിവിടെ പറയുന്നുണ്ട്. ആ ഫണ്ട് ആക്ച്വലി ഞാൻ ഡെയിലി SIP സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് മറ്റ് 1-2 ഫണ്ടുകളിലാണ് ഡെയിലി SIP സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ ഞാനൊന്ന് ഗവേഷണം നടത്തി നോക്കിയപ്പം ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ആദ്യത്തെ ഫണ്ടുണ്ടല്ലോ, ആ ഫണ്ട് കുറച്ചും കൂടെ അനുയോജ്യമായിട്ട് തോന്നി. അതിൻ്റെ കാരണങ്ങൾ കൂടി പറയാം. എന്നിട്ട് എനിക്കും അതിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിലവിൽ ഞാൻ ഇതിൽ ഡെയിലി SIP ചെയ്തിട്ടില്ല, പക്ഷേ ഫ്യൂച്ചറിൽ ചെയ്യാൻ താല്പര്യമുണ്ട്. ഇതിന് പകരം മറ്റ് 2 ഫണ്ടുകളിലാണ്, ഇന്ത്യൻ ഫണ്ടിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഗോൾഡിലും സിൽവറിലും ഉള്ളതും US-ലുള്ളതും ഞാൻ ഡെയിലി SIP ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെയിലി SIPയുടെ കാര്യത്തിലേക്കാണ് നമ്മൾ വന്നത്. എന്തുകൊണ്ട് ഡെയിലി SIP എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട്, ഡെയിലി മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാൻ പറ്റും. അത് വളരെ നല്ലതായിട്ട് തോന്നി. എന്ന് വെച്ചിട്ട് മന്ത്ലി SIP ചെയ്യുന്നവർ ഒരു കാരണവശാലും അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. കാരണം ഞാനും മന്ത്ലി SIP ചെയ്യുന്നുണ്ട്. മന്ത്ലി SIPക്ക് നമുക്ക് വർഷങ്ങളായിട്ടുള്ള ട്രാക്ക് റെക്കോർഡാണുള്ളത്. നല്ല റിട്ടേൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡെയിലി SIP നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ,
ഇടയ്ക്ക് നമുക്കൊന്ന് വിൽക്കേണ്ടി വന്നാലും വിൽക്കുക കൂടി ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഡെയിലി SIP ചെയ്യുന്നത്. നമ്മൾ മ്യൂച്വൽ ഫണ്ട് വിറ്റ് വാങ്ങി കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ഞാൻ ഈ വീഡിയോയിൽ വേണമെങ്കിൽ ഒന്ന് ഓടിച്ച് പറഞ്ഞു വിടാം കേട്ടോ. നിങ്ങൾ 10 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി, അത് 20 രൂപയായി, നിങ്ങളുടെ ക്യാപിറ്റൽ 100% ഉയർന്നു അല്ലേ? ഈ 20 രൂപ 40 രൂപ, അപ്പോൾ 20 രൂപയ്ക്ക് മറ്റൊരാൾ ഈ സാധനം വാങ്ങി, അങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുമല്ലോ മാർക്കറ്റിൽ. നിങ്ങൾ 10 രൂപയ്ക്കാണ് വാങ്ങിയത്, എന്നാൽ 20 രൂപയ്ക്ക് മറ്റൊരാൾ ഈ സാധനം വാങ്ങി. അയാൾക്ക് ഇത് ഡബിൾ ആകണമെങ്കിൽ, 100% ആകണമെങ്കിൽ ഇത് 40 രൂപയാകണം അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ 10 രൂപയ്ക്ക് വാങ്ങിയിട്ട് 20 രൂപയ്ക്ക് വിറ്റു എന്ന് വിചാരിച്ചു, പിന്നെ നിങ്ങൾ ഈ സാധനം 30 രൂപയ്ക്കോ 25 രൂപയ്ക്കോ വാങ്ങാനായിട്ട് പോകുന്നില്ല. അത് മനുഷ്യൻ്റെ ഒരു സൈക്കോളജിയാണ്. അല്ലെങ്കിൽ എപ്പോഴേലും വാങ്ങിയേക്കാം, പിന്നെ നിങ്ങളത് 25-ന് വാങ്ങിയിട്ട് അത് ചിലപ്പോൾ 50-ന് വിറ്റേക്കാം. അപ്പോഴും നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 100% മാത്രമാണ്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു 10 രൂപയ്ക്ക് വാങ്ങി 20 രൂപയ്ക്ക് വിറ്റു, 100% കിട്ടി. 25-ന് വാങ്ങിയിട്ട് 50-ന് വിറ്റു, അവിടെയും ഒരു 100% കിട്ടി. ടോട്ടൽ നിങ്ങൾക്ക് 200% റിട്ടേൺ കിട്ടി. അതായത് 2 ഇരട്ടി നിങ്ങൾക്ക് റിട്ടേൺ കിട്ടിയെന്ന് കൂട്ടിക്കും. എന്നാൽ ഈ 10 രൂപയ്ക്ക് വാങ്ങിയിട്ട് വിൽക്കാതെ ഇരിക്കുന്നയാൾ 50 രൂപ ആകുമ്പോൾ അയാളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 500%. 5 ഇരട്ടി, അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഇപ്പോൾ 1,00,000 രൂപ ഉപയോഗിച്ച് 10 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി, അത് 50 രൂപയായപ്പോൾ അയാളുടെ റിട്ടേൺ എന്ന് പറയുന്നത് 5,00,000 രൂപയാണ്. വളരെ സിമ്പിളാണ്. ഇങ്ങനെ വിറ്റ് വാങ്ങി കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വല്ലപ്പോഴും കിട്ടുന്ന 50%, 100% ആയിരിക്കും. അതുകൊണ്ട് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. സോ മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നത് വിൽക്കാനല്ല, അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ നമുക്ക് വിൽക്കാം. ഇപ്പോൾ റിട്ടയർമെൻറ്റിന് നമുക്ക് പൈസ വേണം, ആ പൈസ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നത്. നമുക്ക് ചിലവുണ്ട്, എക്സ്പെൻസ് ഉണ്ട്. ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നത്. അതായത് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നത്. സോ ഞാനിവിടെ പറയാൻ വന്നത് ഡെയിലി SIPയുടെ കാര്യം ഞാൻ പറയുന്നുണ്ടെങ്കിലും ഇതൊരു പാർട്ട് ആയിട്ട് എടുത്താൽ മതി. എങ്ങനെ? ഒരു പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ട്രേഡിംഗ് എന്ന രീതിയിൽ ഡെയിലി SIP എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ട്രേഡിംഗ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചു. മ്യൂച്വൽ ഫണ്ട് ട്രേഡ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ നമുക്ക് ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് മ്യൂച്വൽ ഫണ്ടിൽ. അപ്പോൾ അതിൻ്റെ ടാക്സ് വരുന്നുണ്ടാകും. പലരും ആ ടാക്സിനെ പറ്റി ഭയങ്കരമായിട്ട് ആകുലപ്പെടുന്ന കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മെസ്സേജുകളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. സോ അതിനെപ്പറ്റി കൂടി ഈ വീഡിയോയിലൊന്ന് പറയാം കേട്ടോ. അപ്പോഴും നമ്മുടെ മെയിൻ SIP എന്ന് പറയുന്നത് മന്ത്ലി തന്നെ ആയിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം അത് വിൽക്കരുത് എന്നുള്ളതാണ്. ഈ ഡെയിലി SIPയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് വിൽക്കാം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ മന്ത്ലി SIPയിലും നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും, പക്ഷേ അത് വിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. വിറ്റ് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ വലിയൊരു ബ്യൂട്ടി നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 10 രൂപയ്ക്ക് മേടിച്ചത് 100 രൂപയായെന്ന് വിചാരിച്ചോ. ഒരുപാട് മ്യൂച്വൽ ഫണ്ടിൻ്റെ NAVs നിങ്ങൾ 100-ലും 200-ലും 500-ലും 2000-ലും ഒക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ ആക്ച്വലി നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത് 1000% വിൽക്കാതിരുന്ന. അത് ഇടയ്ക്ക് കയറിയിട്ടൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ 1000% ആകാനായിട്ട് നമ്മൾ വളരെ കഷ്ടപ്പെടും. ഞാൻ ആ ഒരു ഉദാഹരണം കൂടി പറയാം. പറഞ്ഞു പോയപ്പോൾ അത് വന്നതാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. 10 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങി, അത് 100 രൂപയായി. ഇപ്പോൾ നിങ്ങളുടെ റിട്ടേൺ എന്ന് പറയുന്നത് 10 ഇരട്ടിയാണ്. 10x, അതായത് 1000%. നമുക്കത് ഇവിടെ എഴുതാം, 1000%. ഇനി നിങ്ങളിത് 25 രൂപയ്ക്കാണ് മേടിച്ചത്, ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. 25 രൂപയ്ക്കാണ് മേടിച്ചത്. ഇത് 250 രൂപയായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന 10x റിട്ടേൺ കിട്ടുള്ളൂ. സോ ഇവിടെ മേടിച്ചിട്ട് വിറ്റ ഒരാൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് കിട്ടുന്നു. അത്രയും ഈസി അല്ല 25 രൂപയിൽ വാങ്ങിയിട്ട് ഈ പറയുന്ന 10x റിട്ടേൺ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം 250 രൂപയായാലേ കിട്ടും. ആ ഒരു സമയത്ത് ഇയാളുടെ റിട്ടേൺ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 25x ആയിരിക്കും. അതായത് 2500%. സോ ഇതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങും അതിൻ്റെ ബ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട് നമ്മളൊരു ചെറിയ ഡൗൺ കാണുമ്പോഴോ മറ്റോ വിൽക്കരുത് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മാർക്കറ്റ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അത് ഡൗണിലേക്ക് പോകുന്നുണ്ടാവും. ഇനിയിപ്പോൾ നമ്മുടെ കോർ ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ ഈ ആശയങ്ങൾ നിങ്ങളുമായിട്ട് വിശദമായിട്ട് ചർച്ച ചെയ്തു അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കും. ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രം എനിക്ക് ഇതുപോലുള്ള സാധനങ്ങൾ, അല്ലെ ഞാൻ ഇത് സ്വന്തം ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ആൾക്കാർക്ക് താല്പര്യമില്ല, എന്തിനാ ചെയ്യുന്നത്, അങ്ങനെ ഒരു ഇത് വരില്ലേ. അതുകൊണ്ട് നിർബന്ധമായിട്ട് ലൈക്ക് ചെയ്യുക, നിർബന്ധമായിട്ട് ഒരു കമൻറ്റ്, ഒരു സിംപ്ലി താങ്ക്സ് അടിച്ചാലും മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അതും അക്സെപ്റ്റബിളാണ്. എന്തായാലും ഒരു കമൻറ്റ് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമ്മൾ പറഞ്ഞിരിക്കുന്ന 3 മ്യൂച്വൽ ഫണ്ടുകളിൽ ഒന്നാമത്തെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് 50 ആണ്. അതായത് നെക്സ്റ്റ് 50യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു
മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് പരിഗണിക്കാം. ഈ നിഫ്റ്റി 50 നെക്സ്റ്റ് 50 തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ ഓടിച്ച് പറയും, ഒരുപാട് പേർക്ക് അറിയാം. നിഫ്റ്റി 50 എന്ന് പറയുന്നത് ഇന്ത്യയിലെ 50 ഏറ്റവും വലിയ കമ്പനികൾ, നെക്സ്റ്റ് 50 എന്ന് പറയുന്നത് ആ 50 കമ്പനി കഴിഞ്ഞിട്ട് 51 തൊട്ട് 100 വരെയുള്ള, ഇതും 50 കമ്പനി തന്നെയാണ്, പക്ഷേ ഏറ്റവും വലുതല്ല, അത് കഴിഞ്ഞിട്ടുള്ള 50 കമ്പനികളാണ്. 51 മുതൽ 100 വരെയുള്ള 50 കമ്പനികളാണ് ഈ പറയുന്ന നെക്സ്റ്റ് 50 ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഞാൻ ഓൾറെഡി നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് ചാറ്റ് ജിപിടിയോട് ചോദിച്ചിട്ട് അത് കാണിച്ചു തരാം, എന്തൊക്കെയാണ് ഞാൻ അവിടുന്ന് മനസ്സിലാക്കിയെന്നുള്ള കാര്യം. എന്തുകൊണ്ട് നിഫ്റ്റി 50 എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മ്യൂച്വൽ ഫണ്ട് എടുക്കുക, അതായത് നെക്സ്റ്റ് 50യുമായിട്ട് ബന്ധപ്പെട്ട മ്യൂച്വൽ ഫണ്ട് എടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. റിട്ടേൺ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നമുക്ക് അത് ചാറ്റ് ജിപിടിയോട് ചോദിക്കാം. അപ്പോൾ ഞാൻ ഇതാണ് ചോദിച്ചത്, കമ്പയർ നിഫ്റ്റി 50 ആൻഡ് നെക്സ്റ്റ് 50 ഇൻ ടേംസ് ഓഫ് ഗ്രോത്ത്. അതിൻ്റെ കമ്പാരിസൺ ഇങ്ങനെയാണ് വരുന്നത്. ഒന്നാമത്തേത് കോൺസ്റ്റിറ്റ്യൂൻസ് ആണ്, അതായത് എന്തൊക്കെയാണ് ഇതിലുള്ളതെന്നുള്ളത് അത് ഞാൻ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, അപ്പോൾ അതിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തേത് റിസ്ക് ആൻഡ് വോളറ്റിലിറ്റിയാണ്. ലോവർ റിലേറ്റീവ് വോളറ്റിലിറ്റി, അതായത് മോർ സ്റ്റേബിളാണ് നിഫ്റ്റി 50. നമ്മൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലേ, നമുക്ക് റിട്ടേണിന് വേണ്ടിയാണ്. അപ്പോൾ അതിൽ മോർ സ്റ്റേബിൾ എന്ന് പറയുന്നത് നിഫ്റ്റി 50 ആണ്. എന്നാൽ നെക്സ്റ്റ് 50 ഹയർ വോളറ്റിലിറ്റി, മോർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ബട്ട് മോർ ഡൗൺ സൈഡ്സ്. അപ്പോൾ ഈ പോയിൻ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്രോത്ത് പൊട്ടൻഷ്യൽ നെക്സ്റ്റ് 50ൽ കൂടുതലുണ്ട്, എന്നാൽ ഡൗൺ സൈഡിലേക്ക് ഉള്ള മൂവ്മെൻറ്റും നെക്സ്റ്റ് 50ൽ കൂടുതലായിരിക്കും. സോ അവിടെ നമ്മളത് ഓവർകം ചെയ്യാനാണ് ഡെയിലി SIP ചെയ്യുന്നത്. അത് മനസ്സിലായില്ല. അപ്പോൾ ഡെയിലി SIPക്ക് ഇത് അനുയോജ്യമാണ് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. താഴേക്ക് പോകുമ്പോൾ നെക്സ്റ്റ് 50 നിഫ്റ്റി 50യേക്കാൾ കൂടുതൽ താഴേക്ക് പോകും. പക്ഷേ ഇന്നലെയൊക്കെ നിഫ്റ്റി 50 താഴേക്കായിട്ടും ചെറിയൊരു ഡൗൺ ഉണ്ടായിരുന്നു. എന്നാൽ നെക്സ്റ്റ് 50 പ്രോഫിറ്റാണ് കേട്ടോ തന്നത്. ഞാനത് കണ്ടായിരുന്നു. എപ്പോഴും ഈ താഴേക്ക് പോകുമ്പോൾ അങ്ങനെ താഴേക്ക് പോകണമെന്നില്ല. എന്നാൽ പോലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, നിഫ്റ്റി 50 താഴേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ നെക്സ്റ്റ് 50 താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ വി ആർ യൂസിങ് ഡെയിലി SIP. അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി SIP യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊട്ടക്ഷനാണ്. താഴേക്ക് പോകുമ്പോൾ നമുക്ക് യൂണിറ്റ് വാങ്ങാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ആവറേജ് പ്രൈസിനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു പ്രശ്നമില്ല. എന്നാൽ അവിടെ ഗ്രോത്ത് പൊട്ടൻഷ്യലുണ്ട്. മുകളിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ നിഫ്റ്റി 50ൻ്റെ കഴിഞ്ഞ് കൂടുതൽ മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് 50 സെലക്ട് ചെയ്തു. ഇനി മൂന്നാമത്തേത് കോൺസെൻട്രേഷൻ ഓർ സെക്ടർ എക്സ്പോഷർ. നിഫ്റ്റി 50 മോർ ഡോമിനേറ്റഡ് ബൈ എ ഫ്യൂ നെയിംസ് ഓർ സെക്ടേഴ്സ്. അതാണ് അതിൻ്റെ ഒരു സംഭവം. കൂടുതൽ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വലിയ കുറച്ച് കമ്പനികൾ മാത്രമാണ് നിഫ്റ്റി 50യിലുള്ളൂ, അല്ലെങ്കിൽ സെക്ടേഴ്സ് വൈസ് ചെറുതാണ് അത് എന്നുള്ളതാണ്. എന്നാൽ മോർ ഡൈവേഴ്സിഫൈഡ് ആയിട്ടിരിക്കുന്നത് നെക്സ്റ്റ് 50 ആണ്. കോൺസെൻട്രേഷൻ കുറവാണ്. കമ്പനികൾ 50 കമ്പനികളുണ്ട്, രണ്ടെണ്ണത്തിലും 50 കമ്പനികൾ തന്നെയാണുള്ളത്. പക്ഷേ ഈ 50 കമ്പനികളിൽ ഒരു സെക്ടറിലുള്ള കൂടുതൽ കമ്പനികൾ നിഫ്റ്റി 50യിൽ വരാം, എന്നാൽ നെക്സ്റ്റ് 50യിൽ അത് കുറവാണ്. അടുത്ത ഗ്രോത്തിൻ്റെ ഫേസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി 50യിൽ വലിയ കമ്പനികൾ കൂടുതലുണ്ട്, അല്ലെങ്കിൽ വലിയ കമ്പനികളാണ്, ഏറ്റവും വലിയ കമ്പനികളാണ് അവിടെ ഉള്ളത്. സോ ഗ്രോത്ത് കുറവായിരിക്കും. ഇപ്പോൾ ഒരു കമ്പനി വളർന്ന് അങ്ങ് എത്തി, പിന്നെ അതിന് വളരാനുള്ള സ്ഥലം കുറവാണ്. അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു കമ്പനി വളർന്ന് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും വ്യാപിച്ചു, പിന്നീട് അതിന് വളരാനുള്ള സാധ്യത, ഈ സ്ഥലം ഇത്രയല്ലേ ഉള്ളൂ, അപ്പോൾ അതിന് ഒരു സാധ്യത കുറവായിരിക്കും. എന്നാൽ അത് ചെറിയ കമ്പനി ആയിരുന്നപ്പോൾ കൂടുതൽ സ്ഥലം ഉണ്ടായിരുന്നു, കൂടുതൽ അതിന് വ്യാപിക്കാൻ പറ്റിയിരുന്നു. സോ വലിയ കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ലോവർ ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്താൽ മതി നിഫ്റ്റി 50യിൽ. എന്നാൽ നെക്സ്റ്റ് 50യിൽ ജൂനിയർ ലാർജ് ക്യാപ്സ് ആണ്, അതായത് ലാർജ് ക്യാപ്പ് ആകാൻ പോകുന്ന കമ്പനികളാണ്. സോ അവിടെ ഇതിനേക്കാൾ കൂടുതൽ വളർച്ച പ്രതീക്ഷിക്കാം. നമ്മളിവിടെ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഒക്കെ പരിഗണിക്കണം. അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. കാരണം സ്മോൾ ക്യാപ്പ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കാരണം ഭയങ്കര ഗ്രോത്ത് പൊട്ടൻഷ്യലായിരിക്കും, പക്ഷേ ചില സമയത്ത് നമുക്ക് റിസ്ക് ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ചെയ്തതിന് ശേഷം പിന്നീട് കുറച്ച് പൈസ സ്മോൾ ക്യാപ്പിലേക്ക് മിഡ് ക്യാപ്പിലേക്ക് ഇടുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഇഷ്ടമാണത്, തെറ്റില്ല. ഇതിനെ കഴിഞ്ഞൊക്കെ പൊട്ടൻഷ്യൽ, ഇപ്പോൾ നെക്സ്റ്റ് 50 ഞാൻ പറഞ്ഞു, അതിനെ കഴിഞ്ഞ് പൊട്ടൻഷ്യൽ ഒരു പക്ഷേ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും കണ്ടേക്കാം. അങ്ങനെ കണ്ടിട്ടുണ്ട്, ഹിസ്റ്റോറിക്കലി കണ്ടിട്ടുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ വോളറ്റിലിറ്റിയും അതിൽ കൂടുതലാണ്. അതുകൊണ്ട് ഈ കോമ്പിനേഷൻ പരിഗണിച്ചതിന് ശേഷം വേണമെങ്കിൽ ആ കോമ്പിനേഷൻ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇങ്ങനെ ഡെയിലി തന്നെ ചെയ്യാം. ഒരു ലാർജ് ക്യാപ്പിൽ, മിഡ് ക്യാപ്പിൽ ചെയ്യാം, അതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ വന്നപ്പോൾ പറഞ്ഞാണ്, ഇതിലും ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള സെക്ടേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് സ്മോൾ ക്യാപ്പ്, പിന്നെ മൈക്രോ ക്യാപ്പ് ഉണ്ട്. അത് ഞാൻ പേഴ്സണലി ചെയ്യുന്നുണ്ട് മൈക്രോ ക്യാപ്പ്. പിന്നെ ഞാൻ ചെയ്യുന്നത് മൾട്ടി ക്യാപ്പാണ്. ഈ മൾട്ടി ക്യാപ്പിൽ ഇതെല്ലാം ഉണ്ട്, സ്മോളും മിഡും ഒക്കെ ഉണ്ട്. മൾട്ടി ക്യാപ്പാണ് ചെയ്യുന്നത്.
പക്ഷേ നെക്സ്റ്റ് 50 ആകുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടും, മൈക്രോ ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ നെക്സ്റ്റ് 50 എടുത്തത്. അത് പേഴ്സണലി എനിക്ക് തോന്നിയാണ്, ഞാൻ ഇതിലൊക്കെ ചെയ്യുന്നുള്ളത് കൊണ്ട് പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയതാണ്. ഇനി നമുക്ക് ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് ഒന്ന് നോക്കാം. വാല്യൂ റിസർച്ച്, ഇപ്പോൾ ഓരോ സ്ഥലത്തു നിന്ന് എടുത്ത ഡീറ്റെയിൽ ഇവിടെയുണ്ട്. അപ്പോൾ വാല്യൂ റിസർച്ചിൽ നിന്ന് എടുത്ത ഡീറ്റെയിൽ അനുസരിച്ചിട്ട് 15 വർഷത്തെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് നോക്കുമ്പോൾ നിഫ്റ്റി നെക്സ്റ്റ് 50 ഹാസ് ബീറ്റൺ നിഫ്റ്റി 50 എബൌട്ട് 67% ഓഫ് ദ ടൈം പീരീഡ്സ്. 67% റിട്ടേൺ കൂടുതൽ തന്നൊന്നല്ല, 67% സമയത്തും നിഫ്റ്റി 50നെ ബീറ്റ് ചെയ്തിട്ടുള്ള റിട്ടേൺ ആണ് നെക്സ്റ്റ് 50 തന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മെജോറിറ്റി സമയത്തും കൂടുതൽ സമയവും നിഫ്റ്റി 50നെ ബീറ്റ് ചെയ്തിട്ടുള്ള റിട്ടേൺ നെക്സ്റ്റ് 50 തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മോട്ടിലാൽ ഓസ്വാൾഡ് നോട്ട്സ് ദാറ്റ് ഓൺ എ റിസ്ക് അഡ്ജസ്റ്റഡ് ബേസിസ്, ഷാർപ്പി റേഷ്യോ എന്ന് പറയും, നിഫ്റ്റി നെക്സ്റ്റ് 50 ഷോസ് ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് വേഴ്സസ് നിഫ്റ്റി 50 ഇൻ മെനി കമ്പാരിസൺസ്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അറിയാതെ പറഞ്ഞാണ്. കഴിഞ്ഞ ദിവസം നിഫ്റ്റി ചെറിയ ഡൗൺ ആയിരുന്നു, അതായത് നിഫ്റ്റി 50 ചെറിയ ഡൗൺ ആയിരുന്നു. എന്നാൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന നിഫ്റ്റി നെക്സ്റ്റ് 50 അത് പോസിറ്റീവ് നോട്ടിലാണ് ഉണ്ടായിരുന്നത്. അത് പോസിറ്റീവ്, അത് ഡൗൺ ആയിരുന്നില്ല, ചെറിയ അപ്പായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതാണ് മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഒരു പഠനം സൂചിപ്പിക്കുന്നത്. റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് നിഫ്റ്റി 50നെ കഴിഞ്ഞ് ബെറ്റർ ആണ് എന്ന് മോട്ടിലാൽ ഓസ്വാളിൻ്റെ പല പഠനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. സോ അതാണ് അവരവിടെ പറയുന്നത്. ബജാജ് ഫിൻസർവ് ക്ലെയിംസ് ദാറ്റ് ഹിസ്റ്റോറിക്കലി നെക്സ്റ്റ് 50 ഹാസ് ഔട്ട് പെർഫോംഡ് ബോത്ത് നിഫ്റ്റി 50 ആൻഡ് നിഫ്റ്റി 100 ഇൻഡീസസ്. ഇപ്പോൾ നിഫ്റ്റി 100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി 50 നെക്സ്റ്റ് 50 കൂടി ചേരുന്ന കമ്പനിയാണ്. സോ അവിടെ 100 കമ്പനികളുണ്ട്. മറ്റ് രണ്ടെണ്ണത്തിൽ നിഫ്റ്റി 50ൽ നെക്സ്റ്റ് 50ൽ 50 കമ്പനി വെച്ചിട്ടാണ് ഈച്ച്, ഓരോരുത്തരും 50 കമ്പനി വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ നോക്കുമ്പം ഈ 100 കമ്പനികളിൽ ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതായത് നിഫ്റ്റി 100ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നേക്കാൾ ബെറ്ററാണ് നെക്സ്റ്റ് 50ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് നെക്സ്റ്റ് 50 ഹാസ് ഔട്ട് പെർഫോംഡ്, മനസ്സിലായില്ലേ, ബോത്ത് നിഫ്റ്റി 50 ആൻഡ് നിഫ്റ്റി 100 ഇൻഡീസസ്. സോ അതും ഒരു കാരണമാണ് നമ്മൾ നിഫ്റ്റി 50 സെലക്ട് ചെയ്യാനായിട്ട്. ഫ്രം മ്യൂച്വൽ ഫണ്ട് ഡേറ്റ, സം ഇൻഡെക്സ് ഫണ്ട്സ് ട്രാക്കിംഗ് നിഫ്റ്റി നെക്സ്റ്റ് 50 ഷോ ഓവർ സർട്ടൺ പീരിയഡ്സ് സ്ട്രോങ് റിട്ടേൺസ്. ഫോർ എക്സാമ്പിൾ, IND Money suggests that Nifty next 50 funds have given 15% a 3-year return ആണ്, 27.45% 5-year return പെർ ഇയർ ആണ് കേട്ടോ, 11.59% ആ 10-year ആവറേജ് റിട്ടേൺസ് ഇൻ സം റീസെൻറ്റ് പീരീഡ്സ്. അത്ര സംഭവങ്ങളൊന്നുമില്ല. ഇതിൽ ഉദ്ദേശിക്കുന്നത് ചില മ്യൂച്വൽ ഫണ്ട്സ് നിഫ്റ്റി 50നെ കഴിഞ്ഞ് കുറച്ചും കൂടെ പ്രാധാന്യം നെക്സ്റ്റ് 50ക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. സിമ്പിൾ യെറ്റ് പവർഫുൾ ഡേറ്റ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇതൊക്കെ ഒരു റിട്ടേൺ ഇവർ പറയുന്നുണ്ടല്ലോ, ഇത് ഈ കയറ്റിറക്കങ്ങളിൽ ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. 5 വർഷത്തെയും 10 വർഷത്തെയും ഒക്കെ ഡേറ്റ എടുക്കുമ്പോൾ അപ്പോൾ ഈ കയറ്റിറക്കങ്ങൾ കുറച്ച് നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റിട്ടേൺ കൂടുതൽ ഉണ്ടാക്കാനും വേണമെങ്കിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനും സാധിക്കും. ഇൻകം ജനറേറ്റിംഗ് മെഷീനായിട്ടും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഏകദേശം അത് പറഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, കാരണം ഇച്ചിരി പ്രധാനപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ മ്യൂച്വൽ ഫണ്ടിന് റിട്ടേൺ നോക്കും, ഒന്നെങ്കിൽ ഈ പർട്ടിക്കുലർ കോമ്പിനേഷനിലുള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേണോ അല്ലെങ്കിൽ ഓവറോൾ പോർട്ട്ഫോളിയോയുടെ റിട്ടേണോ നോക്കുക. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെയുണ്ട് എന്ന് അനുസരിച്ചിട്ടിരിക്കുക റിട്ടേൺ എൻ്റെ കാര്യം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട്, ഞാനിവിടെ ഇപ്പോൾ ഇന്ത്യൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് പറഞ്ഞു, അത് നെക്സ്റ്റ് 50 ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്തു. നെക്സ്റ്റ് 50. അപ്പോൾ ഇതിൻ്റെ റിട്ടേൺ നോക്കുക. ഇത് ചില സമയത്ത് കൂടിയ ഒരു റിട്ടേൺ തരും, ചില സമയത്ത് കുറഞ്ഞ റിട്ടേൺ കുറയാം. ഇങ്ങനെയാണ് പോവുക. ഇങ്ങനെയായിരിക്കും പോവുക. ഇങ്ങനെ മൊത്തം അപ് ട്രെൻഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും പോവുക. അപ്പോൾ ഇതിൻ്റെ ഒരു റിട്ടേൺ കുറച്ച് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ഒരു ബോർഡർ 15% മുകളിൽ എന്ന് വെച്ചു. എബോവ് 15%. 15% മുകളിൽ പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, കുറച്ച് വിൽക്കാം എന്നർത്ഥം. അപ്പോൾ വിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ടാക്സ് കാര്യങ്ങൾ വരും അല്ലേ. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ ടാക്സ് അല്ലെങ്കിൽ എക്സിറ്റ് ലോഡ് എത്രയുണ്ടെന്ന് നോക്കുക. ചില ഫണ്ടുകൾക്ക് 1 വർഷം വരെ എക്സിറ്റ് ലോഡ് 1% വരാം. അപ്പോൾ ഈ 1 വർഷം കഴിഞ്ഞിട്ടുള്ള യൂണിറ്റുകൾ വിറ്റാൽ മതി. അപ്പോൾ ആദ്യം വാങ്ങിയ യൂണിറ്റ് നിങ്ങൾക്ക് ആ ഡേറ്റ എടുക്കാൻ പറ്റും. അതിപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും നിങ്ങൾ വാങ്ങിയിട്ടുള്ള ഡേറ്റ ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഏത് ഡേറ്റിനാണ് വാങ്ങിയതെന്ന് നോക്കുക. എന്നിട്ട് ഈ ഒരു ഫണ്ടിൻ്റെ എക്സിറ്റ് ലോഡ് 1% അല്ലെങ്കിൽ എക്സിറ്റ് ലോഡ് ഉണ്ടോ, അത് എത്രയാണ് കാലാവധി നോക്കുക. ആ കാലാവധി കഴിഞ്ഞിട്ടുള്ള യൂണിറ്റ് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല. അപ് ടു 1.25 ലാക്സ്, അതായത് 1,25,000 രൂപ പ്രോഫിറ്റിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതില്ല.
ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള വിൽപ്പനയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാൻ പറ്റും. അതനുസരിച്ച് യൂണിറ്റുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാം. എപ്പോൾ ഇത് 15% മുകളിൽ റിട്ടേൺ കാണിക്കുന്ന സമയത്ത് വേണമെങ്കിൽ വിൽക്കാം. ടാക്സ് ഫ്രീ ആണ്. ഇനി അതിനുള്ളിലുള്ള സംഭവമാണ് വിൽക്കുന്നതെങ്കിൽ, ഒരു വർഷത്തിനുള്ളിലാണ് വിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 20% ടാക്സ് നിങ്ങളുടെ ലാഭത്തിൻ്റെ മുകളിലുണ്ട്. ലാഭത്തിൻ്റെ മുകളിൽ നിങ്ങളിപ്പോൾ 1,00,000 രൂപയുടെ സാധനം വിറ്റു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 10,000 രൂപയെ ലാഭമുള്ളെങ്കിൽ ആ 10,000 രൂപയ്ക്കാണ് 20% ടാക്സ് വരിക, അല്ലാതെ 1,00,000 രൂപയ്ക്കല്ല. ഇനിയിപ്പോൾ ഈ 1.25 ടാക്സ് ഇല്ലയെന്ന് പറഞ്ഞില്ല. 1.25 കഴിഞ്ഞ് കിട്ടുന്ന ലാഭത്തിന്, അതായത് ഒരു വർഷത്തിന് മുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കൊക്കെ 12.5% ടാക്സ് ഉണ്ട്. സോ ഇതാണ് ടാക്സ്. ഈ ടാക്സ് പേടിച്ച് വിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ വിൽക്കണമെന്ന് ഞാൻ പറയില്ല, കാരണം ആദ്യമേ പറഞ്ഞു അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാഷിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡെയിലി SIP ഒരു കാരണവശാലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ഇടവരരുത്. അപ്പോൾ ഡെയിലി SIP സ്റ്റോപ്പ് ചെയ്യാൻ ഇടവരാതിരിക്കണമെങ്കിൽ നമ്മുടെ ബാങ്കിൽ പൈസ വേണം. അപ്പം അങ്ങനെ പൈസയുടെ ആവശ്യമുണ്ട് എങ്കിൽ ആ പൈസ റേസ് ചെയ്യാനായിട്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ വിൽക്കാം. അതെപ്പോഴാണ് വിൽക്കേണ്ടത്? നല്ല റിട്ടേണിലിരിക്കുമ്പോഴാണ് വിൽക്കേണ്ടത്. അല്ലാതെ ഇതിൻ്റെ റിട്ടേൺ 10% അല്ലെങ്കിൽ താഴേക്കോ പോയി, അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേണിൽ ഉള്ളപ്പോൾ അല്ല വിൽക്കേണ്ടത്. ക്ലിയർ? മ്യൂച്വൽ ഫണ്ട് പെർഫോം ചെയ്യുന്നില്ല, അതായത് മാർക്കറ്റ് പെർഫോം ചെയ്യുന്നില്ല എന്നർത്ഥം. ആ സമയത്ത് പെർഫോം ചെയ്യുന്നില്ല, എൻ്റെ റിട്ടേൺ നെഗറ്റീവാണ്, എനിക്ക് വളരെ ചെറിയ റിട്ടേൺ ഉള്ളൂ, സോ ഞാൻ ഇതിൽ നിന്നെല്ലാം വിറ്റ് മാറുകയാണ്, അപ്പോഴല്ല വിൽക്കേണ്ടത്. മറിച്ച് മ്യൂച്വൽ ഫണ്ടിൽ നല്ല റിട്ടേൺ ഉള്ളപ്പോഴാണ് വിൽക്കണമെങ്കിൽ വിൽക്കേണ്ടത്. നമ്മുടെ ഡെയിലി SIP സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. സോ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഹൈസുകളിലാണ്, ഈ ഹൈ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും വിൽക്കുക, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും വിൽക്കുക. എക്സാക്റ്റ് ഹൈരൊന്നും ആർക്കും വിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ അക്കുമുലേറ്റ് ചെയ്യേണ്ട സമയം ഈ ഒരു ലോ ഇങ്ങനെയുള്ള സമയത്താണ്. അപ്പോൾ അതൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഡെയിലി SIP ചെയ്യുന്നു. ഈവൻ പൈസയ്ക്ക് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ വിൽക്കുന്നു. അത് വേണമെങ്കിൽ താഴെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്താൽ കൂടുതൽ റിട്ടേൺ കിട്ടും. ഇതുപോലുള്ള സ്പെഷ്യൽ വീഡിയോസ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടപ്പുറത്തുള്ള ജോയിൻ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് യൂട്യൂബിൽ ജോയിൻ ചെയ്താൽ മതി. എല്ലാ ആഴ്ചയും ഞാൻ ഇൻഫോർമേറ്റീവായിട്ടുള്ള സ്റ്റോക്കുകളെ പറ്റിയിട്ടുള്ളതും ETF-നെ പറ്റിയിട്ടുള്ളതും മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള വീഡിയോകൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട്, ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ അനുസരിച്ചിട്ട് ഏത് ടോപ്പിക്കാണോ ആ ടോപ്പിക്ക് വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് കമ്മിറ്റിയിൽ ജോയിൻ ചെയ്താൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കും. കൂടുതൽ ആവശ്യമുള്ളവർ ജോയിൻ ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ജോയിൻ ബട്ടൺ. മാത്രമല്ല ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് കേട്ടോ. പുതിയ വീഡിയോസ് എല്ലാ ആഴ്ചയും വരുന്നതാണ്. വീണ്ടും നമ്മൾ ChatGPT തിരിച്ചു വന്നിട്ടുണ്ട്. പ്രോസും കോൺസും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ChatGPT ക്ലോസ് ചെയ്യാം. അതിനുശേഷം ആ 3 മ്യൂച്വൽ ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, റിട്ടേണിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഡൈവേഴ്സിഫിക്കേഷൻ്റെ കാര്യത്തിലും നെക്സ്റ്റ് 50 ആണ് ബെറ്റർ, റിട്ടേണിൻ്റെ കാര്യത്തിലും നെക്സ്റ്റ് 50 ആണ് ബെറ്റർ. അതാണ് ഈ 3 സംഭവങ്ങൾ പറയുന്നത്. ഇനി റിസ്ക്, ഇതിലുള്ള എന്തൊക്കെയാണ് റിസ്ക് എന്ന് നോക്കാം. ഡൗൺ സൈഡ് പോകുമ്പോൾ കൂടുതൽ പോകുന്നുണ്ട്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അത് ഓവർകം ചെയ്യാനാണ് ഡെയിലി ചെയ്യുന്നത്, ഡെയിലി SIP ചെയ്യുന്നത്. ചിലത് അണ്ടർ പെർഫോം ചെയ്തേക്കാം എന്ന് പറയുന്നുണ്ട്. ലിക്വിഡിറ്റിയുടെ പ്രോബ്ലം പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ ലിക്വിഡിറ്റിൻ്റെ ഒരു പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ഒക്കെയാണ് ലിക്വിഡിറ്റിയുടെ പ്രശ്നം കൂടുതൽ വരേണ്ടത്. നെക്സ്റ്റ് 50 എന്ന് പറയുന്നത് ഒരു ലാർജ് ക്യാപ്പ് കമ്പനികളുടെ കൂട്ടമാണ്. അത് സ്മോൾ ക്യാപ്പ് കമ്പനികളുടെ മിഡ് ക്യാപ്പ് കമ്പനികളുടെ കൂട്ടമല്ല. ഇന്ത്യയിൽ ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ കമ്പനി എന്ന് പറയുന്നത് കമ്പനി 1 മുതൽ 100 വരെയുള്ള കമ്പനികളാണ്. അതായത് ആദ്യത്തെ ഏറ്റവും വലിയ 100 കമ്പനികളാണ്. ആദ്യത്തെ ഏറ്റവും വലിയ 100 കമ്പനികളിൽ നെക്സ്റ്റ് 50 വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ലാർജ് ക്യാപ്പ് കമ്പനികളുടെ കൂട്ടമാണ്. സോ അവിടെ ലിക്വിഡിറ്റിൻ്റെ പ്രോബ്ലം വരാൻ സാധ്യതയില്ല. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴാണ് നിഫ്റ്റി 50 നെക്സ്റ്റ് 50. അപ്പോൾ ബെറ്റർ ലിക്വിഡിറ്റി നിഫ്റ്റി 50ലാണ്, കാരണം അതാണ് മോർ ഫേമസ്. അപ്പോൾ അതിലാവാം എന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും. പിന്നെ ഇത് അങ്ങനെ ലിക്വിഡിറ്റിയുടെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ETF ഒക്കെ ആണെങ്കിൽ ആ ലിക്വിഡിറ്റിൻ്റെ പ്രശ്നം നോക്കിയാൽ മതി. മ്യൂച്വൽ ഫണ്ടിൽ വലിയ പ്രോബ്ലം അതില്ല. ഇനി അടുത്ത് ടൈമിംഗ് മാറ്റേഴ്സാണ്. ഓവർ ഷോർട്ട് പീരീഡ്സ് നിഫ്റ്റി 50 മേ ഔട്ട് പെർഫോം ഡ്യൂ ടു സ്റ്റെബിലിറ്റി ഓർ ഡിഫെൻസീവ് ബിഹേവിയർ. എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒരു സൈഡ് വേസ് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ഡൗൺ സൈഡ് മാർക്കറ്റിലോ, അതിവിടെ എഴുതിയിട്ടില്ല, നോർമലി അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ സമയത്ത് നിഫ്റ്റി 50 ഔട്ട് പെർഫോം ചെയ്തേക്കാം കമ്പയർ ടു നെക്സ്റ്റ് 50 ഡ്യൂ ടു ഈ ഡിഫെൻസീവ് ബിഹേവിയർ. അതായത് വൊളാറ്റിലിറ്റി നമ്മൾ പറഞ്ഞല്ലോ, അത് നിഫ്റ്റി 50ക്ക് കുറവാണ്, നെക്സ്റ്റ് 50ക്ക് കൂടുതലാണ്, അത്ര ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ താഴേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ കുറച്ച് താഴേക്ക് പോകുന്നത് നിഫ്റ്റി 50 ആയിരിക്കും, നെക്സ്റ്റ് 50 കൂടുതൽ താഴേക്ക് പോകും. അത്രയേ ഉള്ളൂ സംഭവം. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അതിനാണല്ലോ നമ്മൾ ഡെയിലി ചെയ്യുന്നത്, ഡെയിലി SIP ചെയ്യുന്നത്. സോ ഇത്രയൊക്കെ ഉള്ളൂ. ChatGPT നമുക്കന്ന് ഓൾസോ ഇതും കൂടെ മനസ്സിലാക്കുക, പാസ്റ്റ് പെർഫോമൻസ് ഈസ് നോട്ട് ഗ്യാരണ്ടി.
കേട്ടോ. അത് ഫ്യൂച്ചർ പെർഫോമൻസ് അത് കിട്ടണമെന്നൊരു ഗ്യാരണ്ടിയും ഇല്ല എന്നുകൂടി, അത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡിസ്ക്ലെയിമർ കൂടിയാണ്. അപ്പം ഞാൻ പല വീഡിയോയിൽ തന്നെയും താഴെയൊക്കെ ഡിസ്ക്ലെയിമർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് ഞാൻ എടുത്തിരിക്കുന്ന ഫണ്ടുകളിലേക്ക് പോകാം കേട്ടോ. ഏതൊക്കെ ഫണ്ടുകളാണ് ഞാൻ എടുത്തിരിക്കുക ആ സ്ക്രീനിൽ കാണിച്ചാൽ പോരെ. അപ്പോൾ ആ സ്ക്രീനിൽ നോക്കിയോ ആ ഫണ്ടുകളുടെ പേരുകൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഫണ്ട്, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഫണ്ട് HDFC നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് ഫണ്ടാണ് കേട്ടോ. ഇതാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് കമ്പനികൾക്ക് നെക്സ്റ്റ് 50 ഫണ്ടുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പരിഗണിക്കാം. ഇത് തന്നെ പരിഗണിക്കുന്നൊന്നുമില്ല. ഞാൻ ഇതാണ് ചെയ്തത്. പിന്നെ ബജാജ് ഫിൻസർവിൻ നെക്സ്റ്റ് 50 ഉണ്ടായിരുന്നു. അത് ചെറിയ രീതിയിൽ ഡെയിലി SIP ഒന്നും ചെയ്തിട്ടില്ല. ആ ലംസം ഇട്ടേക്കുന്നത് ഞാൻ ഈ ഫണ്ടിലാണ്. ഇതിൽ ഡെയിലി SIP ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫണ്ട് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫണ്ട് എടുക്കാം. നെക്സ്റ്റ് 50 ആയിരുന്നാൽ മതി. രണ്ടാമത്തേത് ഗോൾഡ് ആൻഡ് സിൽവറാണ്. അപ്പോൾ ഗോൾഡിന് ഒരുപാട് ഫണ്ടുകളുണ്ട്. ഗോൾഡ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഗോൾഡ് ഉണ്ട്, SBIയുടെ ഗോൾഡ്, HDFC ഇന്നതെന്നില്ല, ഗോൾഡ് എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്കുമുണ്ട്. അപ്പോൾ ഞാനിവിടെ രണ്ടാമത് എടുത്തിരിക്കുന്ന ഒരു ഫണ്ട് എന്ന് പറഞ്ഞാൽ ഗോൾഡ് സിൽവറും കൂടിയിട്ടുള്ള ഫണ്ടാണ്. അപ്പോൾ അതിൻ്റെ പേര് മോട്ടിലാൽ ഓസ്വാൾ ഗോൾഡ് ആൻഡ് സിൽവർ ETF ഫണ്ട് ഓഫ് ഫണ്ട്. ഇതിൽ ഗോൾഡും ഉണ്ട് സിൽവറും ഉണ്ട്. അപ്പോൾ ഈ ഫണ്ടുകളിലൊക്കെ ഡെയിലി SIP പോസിബിളാണ്. ഇനി മൂന്നാമത്തെ നമുക്ക് US മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാനിത് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഫണ്ടിൻ്റെ പേര് ഫ്രാങ്ക്ലിൻ US ഓപ്പർച്യൂണിറ്റീസ് ഇക്വിറ്റി ആക്റ്റീവ് ഫണ്ട് ഓഫ് ഫണ്ട്. അപ്പോൾ ഈ ഫണ്ട് ഓൾറെഡി നമ്മുടെ പഴയ അസറ്റ് പ്ലസ് ഇൻവെസ്റ്റേഴ്സ്, ഏഞ്ചൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സൊക്കെ കേട്ടിട്ടുണ്ടാകും. കാരണം അവരോട് ഞാൻ മുമ്പേ ഈ ഫണ്ട് പറഞ്ഞിട്ടുണ്ട് US മാർക്കറ്റ് താഴെ നിൽക്കുന്ന സമയത്ത്. ഇപ്പോൾ US മാർക്കറ്റ് കുറച്ച് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്, അതിൻ്റെ ഹൈയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണോ US മാർക്കറ്റിൻ്റെ ലൈഫ് ടൈം ഹൈ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതാണ് US മാർക്കറ്റിൻ്റെ ഹൈ. പക്ഷേ ഒരു 5 വർഷം കഴിയുമ്പോൾ ഇതായിരിക്കില്ല ഹൈ, അന്ന് പുതിയ ഹൈ ആയിരിക്കും. 10 വർഷം കഴിയുമ്പോൾ വേറെ ഹൈ ആയിരിക്കും. സോ ഇപ്പോൾ US മാർക്കറ്റ് കുറച്ച് ഉയർന്നിട്ടുണ്ട്. ഇത് താഴ്ന്ന ലെവലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ ഞാൻ സ്റ്റിൽ ഇപ്പോഴും ഇത് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് അടുത്ത ഒരു 5 വർഷം 10 വർഷത്തേക്ക്, കാരണം എൻ്റെ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷം പീരീഡിന് മുകളിലാണ്. അപ്പോൾ ഒരു 20 വർഷമൊക്കെ കൂട്ടാം. ഇപ്പോൾ എയർലി റിട്ടയർമെൻറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ പോലും 10 വർഷത്തിന് മുകളിലുണ്ട്. അപ്പോൾ US മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഇപ്പോഴത്തെ കഴിഞ്ഞൊക്കെ ഭയങ്കര ഉയരത്തിൽ നിൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് US മാർക്കറ്റ് മാത്രമല്ല, ഇന്ത്യൻ മാർക്കറ്റൊക്കെ ഗ്ലോബലി. അപ്പോൾ ഇനി അടുത്ത 10 വർഷത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തായിരിക്കാം. കാരണം 10 വർഷം മുമ്പ് നമ്മൾ എവിടെയായിരുന്നു നിന്നതെന്ന് നോക്കുക, പിന്നെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയും നോക്കുക. അതനുസരിച്ച് നോക്കുമ്പം നമ്മൾ വലിയ ഉയരത്തിലായിരിക്കും നിൽക്കേണ്ടത് അല്ലെങ്കിൽ നിൽക്കുന്നത്. സോ അപ്പോൾ ഈ മാർക്കറ്റുകളൊക്കെ വളരെ വളരെ ഉയരത്തിലായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ US മാർക്കറ്റ് ടോപ്പിലാണ് നിൽക്കുന്നത് എന്നത് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ 3 ഫണ്ടുകളും എനിക്കിഷ്ടപ്പെട്ട 3 ഫണ്ടുകളും പറഞ്ഞു തന്നു. എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നും അതിലുണ്ടാകാവുന്ന റിസ്ക്കുകളും റിവാർഡുകളും എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ഈ 3 ഫണ്ടുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മിക്ക ഫണ്ടുകളിലും 100 രൂപ വെച്ചിട്ട് വരെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഡെയിലി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 300 രൂപ മതി നിങ്ങൾക്ക് ഈ 3 എണ്ണത്തിൽ ചെയ്യാനായിട്ട്. പക്ഷേ ചിലവർക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ, ഇന്ത്യ ഒരു എമർജിങ് മാർക്കറ്റാണല്ലോ, അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതൽ എക്സ്പോഷർ ഇടാനായിട്ട് താല്പര്യമുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതൽ കൊണ്ടുവരാം. ഇപ്പോൾ ഒരു 2000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക്, അതായത് HDFC നെക്സ്റ്റ് 50യിൽ നമുക്ക് 1000 രൂപ ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യാം. US മാർക്കറ്റിൽ ഒരു 500 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. സ്വർണത്തിലും ഗോൾഡിലും കൂടിയിട്ട് 500 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ എങ്ങനെ ചെയ്താലും ഭാവിയിൽ ഇത് നമുക്ക് മാറ്റാൻ പറ്റും. ഭാവിയിൽ അതിൻ്റെ റിട്ടേണും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് മാറ്റാൻ പറ്റും. ഇപ്പോൾ സ്വർണവും വെള്ളിയൊക്കെ വളരെ ഉയർന്ന വിലയിലാണ് നിൽക്കുന്നത്. ഇത് വളരെ വലിയ താഴേക്ക് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കുറച്ചൊക്കെ താഴേക്ക് പോയേക്കാം, പോകാതിരിക്കാം. പക്ഷേ അടുത്ത 5-10 വർഷത്തേക്ക് സ്വർണ്ണവില വളരെയധികം കൂടുമെന്നും സിൽവർ വിലയും അതുപോലെ തന്നെ കൂടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ആ ഒരു കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഡെയിലി SIPയുടെ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ആവറേജിങ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് പരിഗണിക്കാം എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അതല്ല, HDFC നെക്സ്റ്റ് 50യിൽ ഒരു 1000 രൂപയും സ്വർണത്തിലും സിൽവറിലും കൂടെ 700 രൂപയും US മാർക്കറ്റിൽ 300 രൂപയും, അങ്ങനെ ഒരു കോമ്പിനേഷൻ പരിഗണിക്കാം. ഇനി ഇതല്ല ഈക്വലായിട്ട് പോകേണ്ടവർക്ക് ആ ഒരു കോമ്പിനേഷൻ പരിഗണിക്കാം. അപ്പം 3 എണ്ണത്തിലും 500 ഇട്ട് കഴിഞ്ഞാൽ 1500 രൂപ അങ്ങനെയുള്ള, അല്ലെങ്കിൽ 700 രൂപ വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2100 ഡെയിലി, അല്ലെങ്കിൽ 1000 വെച്ച് ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയും പരിഗണിക്കാം. ഇനി ഇതൊന്നുമില്ല, എനിക്ക് അത്രയും സാമ്പത്തികം ഇല്ല എങ്കിൽ, ആ സാമ്പത്തികം ഉണ്ടാകാനാണല്ലോ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് 100 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ആകെ നിങ്ങൾക്ക് 100 രൂപ എടുക്കാനുള്ളൂ എങ്കിൽ HDFC നെക്സ്റ്റ് 50യിൽ ചെയ്താൽ മതിയാകും, അല്ലെങ്കിൽ സ്വർണ്ണത്തിൽ ചെയ്താൽ മതി. 200 രൂപ എടുക്കാനുണ്ടെങ്കിൽ
നെക്സ്റ്റ് 50ലും സ്വർണ്ണത്തിലും കൂടെ ചെയ്യുക. അതായത് സ്വർണ്ണം സിൽവറും കൂടെയുള്ള കോമ്പിനേഷനിൽ ചെയ്യാം. US മാർക്കറ്റ് ഒഴിവാക്കുക. അത് പിന്നീട് എപ്പോഴെങ്കിലും ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ എനിക്ക് ഈ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അവനവൻ്റെ സാമ്പത്തിക സംഭവങ്ങളനുസരിച്ചിട്ട് ഇപ്പോൾ കൂടുതൽ എമൗണ്ട് 10,000 രൂപയൊക്കെ ഡെയിലി SIP ചെയ്യാനുള്ളവർക്ക് അതിൻ്റെ ഒരു കോമ്പിനേഷൻ പരിഗണിക്കാം. അപ്പോൾ ഏതാണ്ട് ഇതാണ് എങ്ങനെ അലോക്കേഷൻ ചെയ്യണം എന്നുള്ള ഒരു ആശയം കേട്ടോ. വീഡിയോ ലെങ്തി ആയിട്ടുണ്ട്. ഇത്രയും ഇത് ക്ലാസ് എടുക്കുക, ഓരോരുത്തരും ക്ലാസ് എടുക്കുന്ന ഓരോ രീതിയാണല്ലോ. അപ്പോൾ എൻ്റെ ഒരു സ്റ്റൈല് ഇതാണ്. ഇതുകൊണ്ട് മെജോറിറ്റി ആൾക്കാർക്ക് മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചിലർ പറയും വീഡിയോ വളരെ ലെങ്തി ആയിരുന്നു, ഇത്രയും കാര്യങ്ങൾ എനിക്ക് 5 മിനിറ്റ് 10 മിനിറ്റിൽ ഈ ഒരു എഫക്റ്റിൽ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ സമയം വേണം. നിങ്ങളൊരു കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ പഠിക്കുമ്പോൾ ഒരു ക്ലാസ് 40 മിനിറ്റ് 45 മിനിറ്റ് അത് ഓർത്താൽ മതി. അങ്ങനെ ഒരു ക്ലാസ്സിലിരുന്നു എന്ന് ഓർത്താൽ മതി. ഇപ്പോൾ തന്നെ ഞാനൊരു ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന 250 പേജാണ്. ഒരു ദിവസം 10-20 പേജ് എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. 20 തന്നെ എപ്പോഴും പോകുന്നില്ല, കാരണം പല ഡ്യൂട്ടികളുള്ളപ്പോൾ അത് നടക്കുന്നില്ല. അപ്പോൾ ഈ ബുക്ക് വായിക്കാനായിട്ട് ഞാൻ എത്ര നാളെടുക്കും? ചിലപ്പോൾ എനിക്ക് 1 മാസം വേണ്ടി വരും ഈ ബുക്ക് ചുമ്മാ വായിച്ചാൽ പോരല്ലോ, അത് മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. 1 മാസം കൊണ്ട് തീർന്നാൽ ഭാഗ്യം. വേറെയും പണികളുണ്ടല്ലോ. സോ അത്രയും എഫോർട്ടാണ് നമ്മൾ ഓരോ ഇതിലും എടുക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഇങ്ങനെ കണ്ടുപോയാൽ മതി. മലയാളത്തിലും ഒക്കെ പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ എഴുതിയൊക്കെ കാണിച്ച് പറയുമ്പോൾ മനസ്സിലാകുന്നു എന്നാണ് ഒരുപാട് കമൻറ്റ് അങ്ങനെ വന്നിട്ടുണ്ട്, മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ലെങ്തി ആകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. അതാണ് ഞാൻ വീഡിയോയുടെ അവസാനം ഇത് ഇത്ര ലെങ്തി ആയപ്പോൾ ഞാനത് വന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഒരു ഫീലിങ്ങിൽ ഞാൻ വന്ന് പറയില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം മെനക്കെടുത്തുന്നതിൽ എനിക്ക് സമയമുണ്ട്. പക്ഷേ ഇതുകൊണ്ട് പുതിയതായിട്ട് നിങ്ങളുടെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഫീലിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അല്ലാത്ത നെഗറ്റീവ് കമൻറ്റ് ഇടാനേ ആൾക്കാർക്ക് താല്പര്യമുള്ളൂ. പോസിറ്റീവ് കമൻറ്റുകൾ കുറവല്ല, പോസിറ്റീവ് കമൻറ്റുകൾ നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ ചിലവർ ഇടുള്ളൂ. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10 കമൻറ്റ് വരുമ്പോൾ 1 നെഗറ്റീവ് ആകാം, അങ്ങനെയേ ഉള്ളൂ. എന്നാൽ പോലും ആ നെഗറ്റീവ് വായിക്കുമ്പം അതാണ് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുക പോസിറ്റീവിനെ കഴിഞ്ഞും. അത് മനുഷ്യൻ്റെ ഒരു ഇതാണല്ലോ. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. താങ്ക് യു ഫോർ വാച്ചിങ്. അക്കൗണ്ടുകൾ എടുക്കേണ്ട ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ, ഫണ്ട് സെലക്ഷനോ അല്ലെങ്കിൽ അക്കൗണ്ട് എടുക്കുന്നതിന് അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സൊല്യൂഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ, ഇതിപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെയാണ്, സ്റ്റോക്കിൻ്റെയും ETF-ൻ്റെയും ഒക്കെ വീഡിയോകൾ ഞാൻ നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾ സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്താൽ മതി. ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ അവിടെ അവൈലബിൾ ആണ്. കൂടാതെ എല്ലാ ആഴ്ചയും പുതിയ വീഡിയോസ് വരുന്നുമുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.